ചെന്നിത്തലയെ പരോക്ഷമായി പരിഹസിച്ച് കെ മുരളീധരൻ. ആരെങ്കിലും പുകഴ്ത്തിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാകില്ലെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തലയെ സാമുദായിക നേതാക്കൾ പുകഴ്ത്തിയതിന് പിന്നാലെയാണ് കെ മുരളീധരന്റെ പ്രതികരണം. നേരത്തെ വി.ഡി. സതീശനെ കുറ്റപ്പെടുത്തിയും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും SNDP ജനറൽ സെക്രട്ടറിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രംഗത്ത് വന്നിരുന്നു. ഇതുകൂടാതെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ചെന്നിത്തലയെ പിന്തുണച്ച് അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ജനപ്രിയ മത്സരങ്ങളാണ് വേദിയിലെത്തിയത്. 249 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. വേദികളെ സജീവമാക്കി മത്സരം തുടരുകയാണ്. ഞായറാഴ്ചയായതിനാൽ ഇന്നലത്തേക്കാൾ തിരക്കുണ്ടായിരുന്നു സദസ്സിൽ. രണ്ടാം ദിനമായ ഇന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. ഇതുവരെ കലോത്സവം സംബന്ധിച്ച് പരാതികളൊന്നും എത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർത്ത് DMK പ്രവർത്തകർ. PV അൻവറിന്റെ നേതൃത്വത്തിൽ DFO ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ DFO ഓഫീസ് ആക്രമിച്ചത്. ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിലാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് പ്രവർത്തകർ കസേരകളും വാതിലും തകർത്തു. അടഞ്ഞുകിടന്ന ഓഫീസിലേക്ക് കൂട്ടത്തോടെ പ്രവർത്തകർ കയറുകയായിരുന്നു. കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ വനം വകുപ്പിനെ രൂക്ഷമായി PV അൻവർ വിമർശിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 6:45ഓടെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. അതേസമയം മണിയുടെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്ന് DFO അറിയിച്ചു. ഭിന്നശേഷിക്കാരിയായ മൂത്ത മകളുടെ ചികിത്സയും വനം വകുപ്പ് ഏറ്റെടുക്കും. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്റെ സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്നുവെന്ന ആരോപണവുമായി സിനിമാ താരം ഹണി റോസ്. ഇനിയും അപമാനിക്കുന്നത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും നടി വ്യക്തമാക്കി. മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും താരം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിലെ മരണനിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയതായി മോട്ടോർ വാഹന വകുപ്പ്. 2023 അപകട മരണനിരക്ക് 4080 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 3714 പേരാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് തുടർച്ചയായി രണ്ടാമത്തെ വർഷമാണ് മരണനിരക്ക് കുറഞ്ഞത്. അതേസമയം കഴിഞ്ഞ വർഷം മരിച്ചവരിൽ ഇരുചക്ര വാഹന യാത്രക്കാരായിരുന്നു കൂടുതൽ. കർണാടക RTC ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് പിന്നാലെ നഗരത്തിലെ മെട്രോ യാത്രക്കാരുടെയും പോക്കറ്റ് കീറാൻ സിദ്ധരാമയ്യ സർക്കാർ. നമ്മ മെട്രോ നിരക്ക് 20% വർദ്ധിപ്പിക്കാനുള്ള അനുമതി സർക്കാർ നൽകി. ഇതോടെ കർണാടകയിൽ യാത്ര ചെയ്യാനുള്ള ചെലവ് ഇരട്ടിയിലധികമാകും. മെട്രോയിലെ നിരക്ക് വർധന ജനുവരി 18 നിലവിൽ വന്നേക്കും. മെട്രോ ട്രെയിനുകളിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 10 രൂപയാണ്. കൂടിയത് 60 രൂപയും. 2017 അവസാനം ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. ഗുജറാത്തിലെ പോർബന്ദറിൽ ഹെലികോപ്റ്റർ തകർന്നു. അപകടത്തിൽ 3 പേർ മരിച്ചു. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററാണ് തകർന്നത്. പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. പൈലറ്റ് അടക്കം 4 പേർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. ധ്രുവ് ഹെലികോപ്റ്റർ അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ALH ധ്രുവ് ഹെലികോപ്റ്ററിൽ 2 വർഷം മുമ്പ് നിരവധി പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ഹമാസിനെതിരെയുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ഗസയിലെ 2 ആശുപത്രികൾ കൂടി ഒഴിയാൻ നിർദ്ദേശിച്ച് ഇസ്രായേൽ സൈന്യം. ബെയ്റ്റ് ലഹായിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലും ജബൈലയിലെ അൽ അവാദ് ആശുപത്രിയും ഒഴിയണമെന്നാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന് UN ശക്തമായ താക്കീത് നൽകിയതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം.